എന്നാൽ പല്ലേച്ചിട്ടൊക്കെ വരാം കേട്ടോ. ഞാൻ അത്താഴത്തിന് എണീച്ചാൽ അങ്ങനെ ഫുഡൊന്നും കഴിക്കുകയില്ല. ഇന്ന് ഒരു ഗ്ലാസ് വെള്ളം മാത്രമേ കുടിച്ചിട്ടുള്ളൂ, വേറെ ഒന്നും കഴിച്ചിട്ടില്ല. അങ്ങനെ കരച്ചിലൊക്കെ മാറ്റി കുറച്ച് നേരം ഓളെ കൂടെ ഇരുന്ന്. സുഖമില്ല ഓക്ക്, പനിയൊക്കെയാണ്, നല്ല ചുമയും പനിയൊക്കെ ആയിരുന്നു. അതുകൊണ്ട് ഓക്ക് ഉറക്കം മര്യാദയ്ക്ക് ശരിയായിട്ടൊന്നുമില്ല. അതങ്ങനെ എണീച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഓൾ ഈ ടൈമൊക്കെ നല്ലോണം ഉറങ്ങുന്ന ആളാണ്. അങ്ങനെ ബാങ്ക് കൊടുത്ത് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടോ. അത് വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല. പിന്നെ ഒരു ഉറക്കമെല്ലാം കഴിഞ്ഞ് എണീച്ച കോലായത്. അപ്പോൾ ഡ്രസ്സ് ഉണ്ടായിരുന്നു കുറച്ച് അലക്കാൻ. അപ്പോൾ അത് അലക്കാൻ വേണ്ടി പോവാണ്. ഇതാണ് കേട്ടോ വീടിൻ്റെ ബാക്ക്. അവിടെ അലക്ക് കല്ലിലാണ് അലക്കാൻ പോകുന്നത്. മോളെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉമ്മ കോൾ ചെയ്ത്. അപ്പോൾ ഉമ്മനോട് ഇങ്ങനെ കുറച്ച് നേരം സംസാരിക്കില്ലേന്ന് ഓരോന്ന്. അങ്ങനെ ഉമ്മനോട് സംസാരിച്ച് ഫോണൊക്കെ കട്ടാക്കി അവൾക്ക് മുത്താറി കാച്ചാനായിട്ട് അടുക്കളയിലേക്ക് പോയതാണ്. അവൾക്ക് 6 മാസമായി. അപ്പോൾ മുത്താറിയൊക്കെ കൊടുക്കാനായി. അങ്ങനെ മുത്താറിയൊക്കെ കാച്ചി ഞാൻ വിചാരിച്ച് കുടിക്കലുണ്ടാവില്ല എന്ന്. പക്ഷെ കുഴപ്പമില്ല, ചെറിയൊരു കച്ചിലാണെങ്കിലും മറ്റാൾ കുടിക്കുന്നൊക്കെ ഉണ്ട്. പിന്നീട് കച്ചിൽ സ്ട്രോങ് ആയി. മതിയായപ്പോൾ കച്ചിൽ സ്ട്രോങ് ആയോളൂ, കുറേ ഒന്നും കുടിക്കില്ല. മുത്താരൊക്കെ കൊടുത്ത് ഒക്കെ ലായിലൊക്കെ പാടി കിടത്തി ഉറക്കിയതാണ്. ഉറങ്ങാൻ കുറേ ടൈം എടുത്ത്. കുറച്ച് നേരം ഇങ്ങനെ ആട്ടിയപ്പോൾ അങ്ങ് കിടന്ന് ഉറങ്ങിപ്പോയി മൂപ്പത്തി. അങ്ങനെ കുളിയും നിസ്കാരമൊക്കെ കഴിഞ്ഞ ഓളെ കുളിയും കഴിഞ്ഞു. അങ്ങനെ ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീച്ച് ഓളും എൻ്റെ കൂടെ തന്നെ എണീച്ച് ഞങ്ങൾ അടുക്കളയിലേക്ക് നോമ്പുറക്കുള്ള സാധനങ്ങൾ ഉണ്ടാക്കാനായിട്ട് കയറി. അതിൻ്റെ ഇടയിൽ കൂടെ കാക്കൂ ഞാൻ പയം പൊരിച്ചോളാമെന്നും പറഞ്ഞിട്ട് ഇടയിൽ കയറി വന്ന്. നോമ്പുറൻ്റെ പണിയായതിനെ കൊണ്ട് അടുക്കള ഫുള്ള് അലമ്പാണ്. പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഡ്രസ്സ് എടുക്കാൻ പോകാൻ. അത് മുകളിൽ കൊണ്ട് ആറിയിട്ടതാണ്. അപ്പോൾ അങ്ങനെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയി. ഓളൊരു ഷീറ്റ് ഉണ്ടായിരുന്നു, അത് കൈകിട്ട് അത് ആറിടാൻ വന്നു. അപ്പോൾ അതും അവിടെ ഇട്ട് ബാക്കിയുള്ള ഡ്രസ്സ് കൊടുത്തിട്ട് പോകുന്നു. ഉമ്മ ഫ്രൂട്ട്സ് കുറിക്കുന്ന തിരക്കിലായിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ മോൾ കരഞ്ഞപ്പോൾ മോളെ ചീത്ത പറയുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ബാങ്ക് കൊടുക്കാൻ നേരമായപ്പോൾ ഞാൻ അതൊക്കെ ടേബിൾ മേൽ സെറ്റാക്കി വെക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ വിയാപ്പിൾ എന്തെല്ലോ കമൻറ്റ് പറയുന്നുണ്ട്, അതൊന്നും മൈൻഡ് ചെയ്യണ്ട കേട്ടോ. പിന്നെ നോമ്പ് തുറക്കാൻ പഴംപൊരി തേങ്ങ കൊണ്ട് ഉണ്ടാക്കിയവരുണ്ട, കോഴിമുട്ട പൊരിച്ചത്, ഫ്രൂട്ട്സും മാങ്ങ ജ്യൂസും. അത്രയേ ഉള്ളൂ. ഫസ്റ്റൊക്കെ നോമ്പറായിട്ട് അത്രയൊക്കെ ഉള്ളൂ. അതിനുശേഷം നോമ്പൊക്കെ തുറന്ന് കുറച്ച് ഡ്രസ്സ് മടക്കി വെക്കാണ്ടിരുന്നു. അപ്പോൾ അത് വേഗം മടക്കി വെക്കാമെന്ന് വിചാരിച്ച് ഓളയൊക്കെ എടുത്തി ഉറക്കിയത്. അപ്പോൾ എണീക്കുന്നതിൻ്റെ മുന്നേ ആ പരിപാടി ചെയ്ത് തീർക്കാമെന്ന് വിചാരിച്ചു. ഡ്രസ്സൊക്കെ മടക്കി വെച്ച് അതിനുശേഷം ഫുഡ് കഴിച്ച് കിടന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.